ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCR ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഹെയർ ടോണിനെ കുറിച്ച് സംസാരിക്കുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ഹെയർ ടോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. തലമുടി വളരുന്നതിന്, തലമുടി പൊഴിയാതിരിക്കുന്നതിന്, തലമുടി പൊട്ടിപ്പോകാതിരിക്കുന്നതിന്, പ്രധാനമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹെയർ ടോൺ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഹെയർ ടോൺ എന്ന കാര്യം തന്നെ വന്ന ചാക്കോളാസ് എന്ന ഹെയർ ടോണിൽ കൂടിയാണ്. ചാക്കോളസിൻ്റെ ഹെയർ ടോൺ പരസ്യവാചകത്തിൽ അവർ ഉൾപ്പെടുത്തിയിരുന്ന തലമുടിക്ക് ടോണിക്ക് ആവശ്യമാണ് എന്നുള്ളതിൽ കൂടിയാണ് മലയാളികളുടെ ഇടയിൽ ഹെയർ ടോൺ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിന്. നേരത്തെ നമ്മൾ വീടുകളിൽ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പ്രത്യേകമായിട്ടുള്ള ചട്ടക്കൂട്ടിൽ വരുത്തിക്കൊണ്ട് ആവശ്യത്തിനുള്ള ഔഷധ മൂല്യങ്ങൾ ചേർത്തുകൊണ്ട് തലമുടി വളർച്ചയ്ക്ക്, തലമുടി പൊഴിയാതിരിക്കുന്നതിന്, തലമുടി പൊട്ടിപ്പോകാതിരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹെയർ ടോൺ സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതൽ പ്രചാരത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഹെയർ ടോൺ ഉപയോഗിക്കുമ്പോൾ, തലമുടിക്കുള്ള ടോണിക്ക് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തലമുടി പൊഴിച്ചിൽ ഇല്ലാതാകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, തലമുടി വളരുന്നതിനാവശ്യമായ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തലമുടി പൊട്ടിപ്പോകാതിരിക്കുക, മുറിഞ്ഞു പോകാതിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, താരൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. താരൻ ഇല്ലാതാകുന്നതിൽ കൂടിയാണ് തലമുടി വളർച്ചയ്ക്ക് ആവശ്യമായ ഒരവസ്ഥ നമ്മുടെ തലയിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനാവശ്യമായ മരുന്നുകൾ ആവശ്യമായ അളവിൽ ചേർത്ത് ഉണ്ടാക്കുന്ന ഹെയർ ടോൺ ആണ് എങ്കിൽ യാതൊരു സംശയവും വേണ്ട, നമ്മുടെ തലയുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ തലമുടിയുടെ കൊഴിച്ചിലില്ലാതാകും, തലമുടി വളരാൻ ആരംഭിക്കും, തലമുടി പൊട്ടുന്ന, തലമുടി മുറിയുന്ന അവസ്ഥ ഇല്ലാതാകും, താരനും ഇല്ലാതാകും. ഇത്തരം കാര്യങ്ങളാണ് ഒരു നല്ല ഹെയർ ടോൺ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റം. ആ മാറ്റത്തിന് വളരെ അത്യാവശ്യമായിട്ട് അതിന് സഹായകമായ ഔഷധക്കൂട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. ആ ഔഷധക്കൂട്ടിൻ്റെ ചേരുവയിൽ കുറവുണ്ടാവുകയോ അതുപോലെ തന്നെ ഔഷധക്കൂട്ടിൽ ആവശ്യമായ സാധനങ്ങൾ ചേർക്കാതെ വരികയോ ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായ ഫലപ്രാപ്തി ഉണ്ടാകണമെന്നില്ല. അതാണ് എല്ലായ്പ്പോഴും നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക്, നമ്മുടെ തലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ കാച്ചിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ കൂടി ആവശ്യമായ മാറ്റം ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം, നമ്മൾ പ്രധാനമായിട്ടും തലയ്ക്ക് ആവശ്യമായ തണുപ്പും കണ്ണുകൾക്ക് ആവശ്യമായ തണുപ്പും കിട്ടണം. അതിന് നെല്ലിക്കയും അതുപോലെ തന്നെ ബ്രഹ്മിയും നമ്മൾ ഹെയർ ടോണിൽ ഉപയോഗിച്ചിരിക്കണം. അതുപോലെ തന്നെ തലമുടി വളർച്ചയ്ക്ക്, തലമുടി കൊഴിയാതിരിക്കുന്നതിന്, തലമുടി പൊട്ടിപ്പോകാതിരിക്കുന്നതിന്, മുറിയാതിരിക്കുന്നതിന് ആവശ്യമായ നീലയവനി, അതാണ് തലമുടി വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം. അത് ആവശ്യമായ അളവിൽ ചേർത്തിരിക്കണം. അതോടൊപ്പം തന്നെ കയ്യോന്നി, അത് ഇതേ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ നീലയമരിയുടെ അതേ അളവിൽ, അതേ അവസ്ഥയിൽ, അതേ ഡിഗ്രിയിൽ ഉണ്ടാക്കിക്കൊടുക്കാൻ കയ്യോന്നി സാധിക്കില്ല. എന്നാലും നീലയമരിയും കയ്യോന്നിയും ഒരു ഹെയർ ടോണിൽ ഒരുമിച്ച് ചേർന്ന് പോകേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ചേരുവയിൽ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുകയും ചെയ്യണം. ഇതോടൊപ്പം തന്നെ നമ്മൾ താരൻ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ സഹായിക്കുന്നത് ചെറുനാരങ്ങ നീര് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നാരങ്ങ നീരിനുള്ള താരൻ നശിപ്പിക്കുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ് മറ്റൊരു സാധനത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉമ്മം കൂടി ചേർക്കുമ്പോൾ താരൻ തലയിൽ നിന്ന് ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാക്കുകയും തലമുടി പൊഴിയാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ തലയിലെ അവസ്ഥ മാറ്റപ്പെടുകയും ചെയ്യും. താരൻ ഉണ്ടെങ്കിൽ തലമുടി തീർച്ചയായിട്ടും പൊഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ തലമുടിയുടെ ആരോഗ്യക്കുറവുണ്ടാകും, ബലക്ഷയം ഉണ്ടാകും.
അങ്ങനെ വരുമ്പോഴാണ് തലമുടി പൊട്ടുകയും മുറിയുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥ ഇല്ലാതാക്കുന്നതിന് ചെറുനാരങ്ങാനീരും അതുപോലെ തന്നെ ഉമ്മത്തിൻ്റെ ഇലയും അതിൻ്റെ ആനുപാതികമായ അളവിൽ ഒരു നല്ല ഹെയർ ടോണിൽ നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം. ഈ ഔഷധങ്ങളെല്ലാം ആവശ്യമായ അളവിൽ ആവശ്യമായ ചേരുവയിൽ ചേർത്തുണ്ടാക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ഒരു സംശയം വേണ്ട തലയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. കട്ടിയായിട്ടുള്ള തലവേദന അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരികയും അവർ ശാശ്വതമായ മറ്റൊരു മരുന്നുകളിലേക്ക് പോകാതെ തന്നെ ശാശ്വതമായ മാറ്റത്തിലേക്ക് അവർ തനിയെ മാറ്റപ്പെടുകയും ചെയ്യും. അത് ആവശ്യമായ അളവിൽ നമ്മൾ തലയിൽ തേച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ വരുത്തിയിരിക്കുന്ന ആ ഔഷധക്കൂട്ടിൻ്റെ ചേരുവയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളിൽ കൂടി സംഭവിക്കുന്ന. ഇതോടൊപ്പം തന്നെ നമ്മൾ മെന്തോൾ ചേർക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കറ്റാർവാഴ ചേർക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചേർത്ത് നല്ല ഗുണനിലവാരത്തിലുള്ള ഒരു ഹെയർ ടോൺ ഉണ്ടാക്കിയാൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ തലമുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അതോടൊപ്പം തന്നെ തലമുടി മുറിഞ്ഞു പോകുന്നു, പൊട്ടിപ്പോകുന്നു എന്ന അവസ്ഥയ്ക്ക് ശാശ്വതമായ മാറ്റം ഉണ്ടാകും. അതിൽ കൂടി നമ്മുടെ ആൾക്കാരെല്ലാം ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന താരൻ്റെ കഠിനമായ പ്രശ്നങ്ങളാണ്. ആ താരൻ ഇല്ലാതാകുന്നതിനും ഇതിലാവശ്യമായ മരുന്നുകൾ ചേർത്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു ഹെയർ ടോണ് സ്വദേശി പരിശീലന പരിപാടികളുടെ ഭാഗമായിട്ട് സ്വദേശി വർഷങ്ങൾക്ക് മുമ്പേ ഡെവലപ്പ് ചെയ്തിരുന്ന, അത് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ സ്വദേശി എത്തിക്കുന്നില്ല. മാർക്കറ്റിൽ എത്തിക്കുന്നതിന് പകരം വീടുകളിൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പരിശീലനമാണ് ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എണ്ണ കാച്ചുന്ന പരിപാടി വെറുതെ നമ്മൾ കറിവേപ്പിലയോ അതുപോലുള്ള സാധനങ്ങൾ, നീലയമരി കിട്ടിയാൽ നീലയമരി പറിച്ചിടും, കയ്യോന്ന് കിട്ടിയിട്ടുണ്ട് കയ്യോന്ന് പറിച്ചിടും, നാരങ്ങാനീരോട് ഒഴിക്കാൻ പറ്റിയ നാരങ്ങാനീര് ഒഴിക്കും. അങ്ങനെ ഏതെല്ലാം സാധനങ്ങൾ ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത്തരം സാധനങ്ങളെല്ലാം നമ്മൾ എണ്ണയിലിട്ട് കാച്ചുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. ആ പരിപാടിയിലേക്ക് പോയാൽ തലമുടി ഒരിക്കലും വളരില്ല, തലമുടി കൊഴിയുകയും തലമുടി ഇല്ലാതാകുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാത്രമേ നമ്മൾ പോകൂ. ഇതിനെല്ലാം ഒരു ചേരുവയുണ്ട്. ആ ചേരുവയിൽ മാത്രമേ, ഇപ്പം നീലയമരി ചേർത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു സാധനം കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്ന സമയത്ത്, കയ്യോന്നും കൂടി ചേർക്കുന്ന സമയത്ത് അതിനൊരു ചേരുവയുണ്ട്. ആ ചേരുവയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാൾ ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എണ്ണ കാച്ചുന്ന പരിപാടി, നമ്മൾ മരുന്നുകളെല്ലാം അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തതിന് ശേഷം അത് നല്ലെണ്ണയിലാണ് കാച്ചുന്നത്. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എണ്ണയായതുകൊണ്ടാണ് അതിന് നല്ലെണ്ണ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നല്ലെണ്ണയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലെണ്ണ കേടാകില്ല, നല്ലെണ്ണ ഉറഞ്ഞു പോകില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് എല്ലാ മരുന്നുകളും കാച്ചുന്ന പരിപാടി നടത്തുന്നത് നല്ലെണ്ണയിലാണ്. അപ്പോൾ അങ്ങനെ നല്ലെണ്ണയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഹെയർ ടോണ് അത് പിന്നീട് അത് വെളിച്ചെണ്ണയുമായിട്ട് കലർത്തി ഡൈല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡൈല്യൂട്ട് ചെയ്യുന്ന പല റേഷ്യോയിൽ ഡൈല്യൂട്ട് ചെയ്യാറുണ്ട്. ഞാനതിൻ്റെ റേഷ്യോയിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ആ ഒരു പ്രവർത്തനമാണ്, ആ ഒരു പരിശീലനമാണ് ഹെയർ ടോൺ ഉണ്ടാക്കുന്നതിൽ കൂടി അല്ലെങ്കിൽ ബ്രഹ്മി ഓയിൽ ഉണ്ടാക്കുന്നതിൽ കൂടി സ്വദേശി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിൽ കൂടി നമുക്ക് നല്ല ഗുണനിലവാരമുള്ള ഹെയർ ടോൺ ഉണ്ടാക്കുന്നത് സാധിക്കുന്നു എന്നുള്ളതിലപ്പുറമായിട്ട് അതിൻ്റെ വില നമ്മുടെ കൈകളിൽ ഒതുങ്ങി നിൽക്കുന്ന ലെവലിലേക്ക് താരതമ്യേന സുരക്ഷിതമായ വിലയിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇപ്പോൾ ഹെയർ ടോൺ എന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്ന വില നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. അത്രയും വലിയ ചൂഷണമാണ് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുണനിലവാരമുള്ളൊരു ഹെയർ ടോണ് ആ നിശ്ചിത അളവിൽ എല്ലാ മരുന്നുകളും ചേരുവയുടെ അടിസ്ഥാനത്തിൽ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് എങ്കിൽ തീർച്ചയായിട്ടും തലയുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കും, തലമുടി കൊഴിച്ചിൽ ഇല്ലാതാക്കും, തലമുടി മുറിഞ്ഞു പോകാതെ പൊട്ടിപ്പോകാതിരിക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ താരനും ഇല്ലാതാക്കും. ഇത്തരം പ്രവർത്തനം സ്വദേശി ഏകദേശം 25 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്.
ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് മരുന്നുകളുടെ കിറ്റുകൾ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അവരുടെ ഉപയോഗത്തിനുണ്ടാക്കുന്നതിന് ആവശ്യമായ കിറ്റുകളും സ്വദേശി ലഭ്യമാക്കിയിട്ടുണ്ട്. അത് കോവിഡിൻ്റെ സമയത്ത് നിലച്ചുപോയ ഒരു പ്രവർത്തനമായിരുന്നു. അത് വീണ്ടും പുനരാരംഭിക്കുന്നതിന് ഇപ്പോഴാണ് സ്വദേശിക്ക് സാധിച്ചത്. ഇപ്പോൾ കിറ്റുകൾ യഥേഷ്ടം ലഭ്യമാക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് സ്വദേശി എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത് നിങ്ങളുടെ അറിവിലേക്ക് നമ്മൾ ഒരു ഹെയർ ഉണ്ടാക്കുന്ന സമയത്ത് അതെങ്ങനെ ഉണ്ടാക്കണമെന്നും അതിൽ ഏതെല്ലാം സാധനങ്ങൾ ചേരണമെന്നും അതിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകതയും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ബ്രഹ്മി ഓയിലിൻ്റെയും ഹെയർ ടോണിൻ്റെയും കിറ്റുകൾ നമ്മുടെ ആളുകളിലേക്ക് കിട്ടുന്നത് 100 ml കോമ്പൗണ്ടുകളിലായിട്ടാണ്. 100 ml കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ മരുന്നുകൾ നല്ലെണ്ണയിൽ തയ്യാറാക്കിയതിന് ശേഷം ആ മരുന്നുകൾ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നത് തന്നെ ബ്രഹ്മി ഓയിലിൻ്റെയും അതുപോലെ തന്നെ ഹെയർ ടോണിൻ്റെയും കോമ്പൗണ്ടുകൾ, അല്ലെ അതിൽ ചേർക്കേണ്ട ഇലകൾ, പച്ചമരുന്നുകൾ, ആ പച്ചമരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞ് അതിന് നീരെടുത്ത് നല്ലെണ്ണയുമായിട്ട് ചേർത്ത് 9 മണിക്കൂർ സമയം ഒരേ തീയിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പാകമെത്തുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നമ്മുടെ വീടുകളിൽ നമ്മുടെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതിനുള്ള വൈദഗ്ധ്യം നമ്മുടെ ആളുകൾക്കില്ല. അതുകൊണ്ട് തന്നെ അത് വൈദഗ്ധ്യമുള്ള വൈദ്യന്മാർ തയ്യാറാക്കിയതിന് ശേഷം 100 ml കോമ്പൗണ്ടുകളാക്കി നമ്മുടെ ആളുകളുടെ കൈകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ബ്രഹ്മി ഓയിലിൽ ചേർത്തിരിക്കുന്ന ബ്രഹ്മിയും നെല്ലിക്കയും കർപ്പൂരവും വെന്തോളും അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഹെയർ ടോണിലാണെങ്കിൽ കൂടുതൽ മരുന്നുകൾ ചേരുന്നുണ്ട്. ഹെയർ ടോണിൽ നെല്ലിക്കയുണ്ട്, ബ്രഹ്മിയുണ്ട്, നീലയമരിയുണ്ട്, കയ്യോന്നിയുണ്ട്, ചടച്ചിയുണ്ട്. താരനില്ലാതാക്കുന്നതിനുള്ള ചെറുനാരങ്ങ, അതുപോലെ തന്നെ ഉമ്മം എന്നീ സാധനങ്ങളും, അതോടൊപ്പം തന്നെ മരുന്നിൻ്റെ ചേരുവയിലെ കൂട്ട് ആ സ്ട്രെങ്ത് കുറയാതിരിക്കുന്നതിന് വേണ്ടി മുത്തങ്ങ എന്നുള്ള മരുന്നും, കറ്റാർവാഴ, മെന്തോള്, കർപ്പൂരം തുടങ്ങിയ സാധനങ്ങളും ഹെയർ ടോണിൻ്റെ കിറ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇടിച്ചു പിഴിഞ്ഞ് അതിന് നീരെടുത്ത് നല്ലെണ്ണയിൽ കലർത്തി നല്ലെണ്ണയോടുകൂടി ചേർത്ത് 9 മണിക്കൂർ സമയം ഒരേ തീയിൽ നിർത്തിക്കൊണ്ട് അത് പാകമാകുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് മരുന്നുകൾ തയ്യാറാക്കുന്ന പ്രവർത്തനം. അതിനുശേഷമാണ് ആ മരുന്നിൻ്റെ കോമ്പൗണ്ട് 100 ml കോമ്പൗണ്ട് 3 ഇരട്ടി വെളിച്ചെണ്ണയിൽ ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി, എന്നുവെച്ചാൽ 100 ml കോമ്പൗണ്ട് 300 ml വെളിച്ചെണ്ണയിൽ ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആളുകളുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഗുണമേന്മയിൽ യാതൊരു പോരായ്മയും ഇല്ലാതെ ബ്രഹ്മി ഓയിലിൻ്റെയും ഹെയർ ടോണിൻ്റെയും കിറ്റുകൾ നമ്മുടെ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. ഹെയർ ടോൺ തേക്കുന്ന എല്ലാ ആൾക്കാരും ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഉപയോഗക്രമത്തിൽ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹെയർ ടോൺ തലയോട്ടിലേക്ക് തേച്ച് പിടിപ്പിക്കേണ്ട സാധനമാണ്. തലമുടി മാത്രം പോരാ. അപ്പോൾ തലമുടിയിലും തലയോടിലേക്കും ഹെയർ ടോൺ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ തല കഴുകരുത്. അരമണിക്കൂർ സമയം അത് തലയിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ തലയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ, വലിച്ചെടുക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിലൂടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകമായിട്ട് കൊണ്ടുവരുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.